Hi all, welcome to One's Coaching. Today we are going to discuss the subject Engineering Ethics and Sustainable Development. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ Engineering Ethics and Sustainable Development എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1-ൽ നിന്നും എന്തൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ എസ്സേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മൊഡ്യൂൾ 1-ന്റെ സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ 1-ൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് എത്തിക്സ് ആണ് ആദ്യം പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് രണ്ട് എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സും പേഴ്സണൽ എത്തിക്സും. സോ അതിന്റെ ഒരു ഡിഫറൻസ്, പേഴ്സണൽ വേഴ്സസ് പ്രൊഫഷണൽ എത്തിക്സ്, സിവിക് വെർച്യൂ എന്താണെന്നുണ്ട്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, എങ്ങനെയാണ് മറ്റുള്ളവരോട് റെസ്പെക്ട് ചെയ്യേണ്ട റൂൾസ് ഉണ്ട്. ഇനി അടുത്തത് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം, അതിന്റെ ഡിഫറൻസ് എന്താണ്, ഇൻജെന്യൂറ്റി, ഡിലിജൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇന്റഗ്രിറ്റി ഇൻ ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഡൊമൈൻസ്. അതായത് ഇന്റഗ്രിറ്റി എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ഏതൊക്കെ ഫീൽഡിൽ ഇൻ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ചിൽ ഇന്റഗ്രിറ്റി എങ്ങനെ കൊണ്ടുവരാം. ഇനി അടുത്തത് പ്ലഗേരിസം എന്താണ് പ്ലഗേരിസം, അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, കുറച്ച് കേസ് സ്റ്റഡീസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ. എന്താണ് നമ്മളുടെ ടെക്നോളജിയും ഡിജിറ്റൽ റെവല്യൂഷൻ, എന്താണ് ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്, അതുപോലെ തന്നെ സൈബർ ട്രസ്റ്റ് എന്താണ്, സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ ട്രസ്റ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഡേറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോപ്പർലി മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈ ടെക്നോളജീസ്, എങ്ങനെയാണ് നമ്മളുടെ ടെക്നോളജി നമ്മളുടെ പലതരത്തിലുള്ള പീപ്പിളിനെയും പ്ലേസസിനെയൊക്കെ ടെക്നോളജി എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരാളുടെ ഒരു മെയിൽ നമ്മൾ വേറെ സ്ഥലത്ത് അയക്കണമെങ്കിൽ എങ്ങനെയാണ് ടെക്നോളജി വെച്ച് നമ്മൾ ഇതുപോലെ മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആക്സസിബിലിറ്റി ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്സ്, എന്തൊക്കെയാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഈ ടെക്നോളജീസിലെ സോഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജിങ് കോൺഫ്ലിക്റ്റ്, കളക്റ്റീവ് ബാർഗെയിനിങ്. പിന്നെ അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി, എങ്ങനെ നമുക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൈവസി എൻഹാൻസ് ചെയ്യാം. സോ റോൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഇൻ മോറൽ ഇന്റഗ്രിറ്റി, നമ്മുടെ ഇന്റഗ്രിറ്റിയിൽ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ റോൾ എന്താണ്. പിന്നെ അടുത്തത് കോഡ്സ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. ഇനി അടുത്ത പാർട്ടിലേക്ക് വരുവാണെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ജെൻഡർ സ്റ്റഡീസ്, അതായത് ജെൻഡർ സ്റ്റഡീസിന്റെ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി, ജെൻഡർ സ്പെക്ട്രം, ഇതുപോലെ ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണ് സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റിയുടെ ഒക്കെ ഡിഫറൻസ് എന്താണ്. ബിയോണ്ട് ദ ബൈനറി ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ എക്സ്പ്രഷൻ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ഈ ടേംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെൻഡർ ഐഡന്റിറ്റി, വാട്ട് ഇസ് ജെൻഡർ എക്സ്പ്രഷൻ, വാട്ട് ഇസ് സ്റ്റീരിയോടൈപ്സ്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് നമ്മളുടെ ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, എന്തൊക്കെ നമ്മൾ ജെൻഡർ, അതായത് വുമൻ, മെൻ എന്നുള്ള ജെൻഡറിന്റെ ഡിസ്പാരിറ്റി എഡ്യൂക്കേഷൻ ഫീൽഡിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ആൻഡ് എവറിഡേ ലൈഫ്, എഡ്യൂക്കേഷൻ മാത്രമല്ല എംപ്ലോയ്മെന്റ് ഫീൽഡിലും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഹിസ്റ്ററി ഓഫ് വുമൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് വുമൻസ് ഉണ്ടാക്കിയേക്കുന്നത്. ജെൻഡർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ്, എന്തൊക്കെയാണ് നമ്മളുടെ ജെൻഡർ ടെക്നോളജീസ് ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്. ഇനി എത്തിക്കൽ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ കണക്ഷൻ വിത്ത് ജെൻഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെ എത്തിക്കൽ വാല്യൂസ് ആണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രാക്ടീസസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇക്വിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ് അങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്തത് ജെൻഡർ പോളിസി ആൻഡ് വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ എംപവർമെന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ പോളിസിയും അതുപോലെ തന്നെ വുമൻ ഓർ ട്രാൻസ്ജെൻഡർ എംപവർമെന്റ് ഇനിഷ്യേറ്റീവ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ടും ഈ ടെക്നോളജി എങ്ങനെയാണ് പീപ്പിളും പ്ലേസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ വേഴ്സസ് പ്രൊഫഷണൽ എത്തിക്സ്, പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ എക്സ്പ്രഷൻ, അതുപോലെ ജെൻഡർ സ്പെക്ട്രം, അങ്ങനെയുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ആ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഫീൽഡിലും ഒക്കെ എങ്ങനെയാണ് ഈ ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടാവുന്നതെന്ന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് നോക്കുന്നത്.
സോ നമുക്ക് മൊഡ്യൂൾ 1 നിന്നും വരാൻ സാധ്യതയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറി ക്ലാസ് കാണേണ്ടതാണ്. അപ്പൊ ജസ്റ്റ് അതിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും നോക്കാം. സോ എക്സ്പ്ലെയിൻ പേഴ്സണൽ വേഴ്സസ് പ്രൊഫഷണൽ എത്തിക്സ്. എന്താണ് പേഴ്സണലും പ്രൊഫഷണൽ എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ്? സോ പേഴ്സണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ എത്തിക്സ്? പേഴ്സണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ ഫോളോ ചെയ്യേണ്ട എന്തൊക്കെ എത്തിക്കൽ വാല്യൂസ് ആണ്, എന്തൊക്കെ റൂൾസ് ആണ്, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ആസ് എ പ്രൊഫഷണൽ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ. ഓക്കെ, അപ്പം ആസ് എ പ്രൊഫഷണൽ ആണെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സും ആസ് എ പേഴ്സൺ ആണെങ്കിൽ പേഴ്സണൽ എത്തിക്സും. സോ പേഴ്സണൽ എത്തിക്സ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് മോറൽ വാല്യൂസ് ആണ്. അതായത് ആ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ്, ആ പേഴ്സൺ എന്തൊക്കെ മോറൽ വാല്യൂസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കോഡ് ഓഫ് കണ്ടക്ട് ആണ് ആ പേഴ്സൺ ഫോളോ ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ വരാം, നമ്മളുടെ ബിഹേവിയർ വരാം, അല്ലെ, നമ്മളുടെ എക്സ്പ്രഷൻസ്, എങ്ങനെയാണ് നമ്മൾ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഓരോ രീതിയിലുള്ള കാര്യങ്ങളും നമ്മളുടെ ഈ ഏതിനകത്ത് വരാം, നമ്മളുടെ പേഴ്സണൽ എത്തിക്സിനകത്ത് വരാം. From the very beginning of a person understanding, these ethics are being instilled in the individual by their parents, family and friends. അതായത് ഇത് നമ്മളുടെ ബൈ ബർത്ത് തുടങ്ങി ബിഗിനിങ് സ്റ്റേജ് തൊട്ട് നമ്മളുടെ പേരൻസിന്റെയും ഫാമിലീസിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മളുടെ ഈ പേഴ്സണൽ എത്തിക്സ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ വിതൗട്ട് എനി പേഴ്സണൽ എത്തിക്സ്, അതായത് പേഴ്സണൽ എത്തിക്സ് ഇല്ലാതെ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ഇൻകംപ്ലീറ്റ്. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കും ആ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത്. As an example, we can consider an individual honesty, openness, sense of responsibility. ചിലർ വളരെ സത്യസന്ധരായിരിക്കും, ചിലർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, ചിലർ ഭയങ്കര കോഡിയലായിരിക്കും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ക്വാളിറ്റീസാ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ആ എൻറ്റയർ ലൈഫിൽ നമ്മൾ കുറച്ച് ഫോളോ ചെയ്തു പോകുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഈ മോറൽസ് എന്ന് പറയുന്നത്. ഓപ്പൺനെസ്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കണ്ടോ, ചിലരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, ചിലർ വളരെയധികം ഹോണസ്റ്റ് ആയിരിക്കും, ചിലർ വളരെയധികം ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, ചിലർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടാവും, നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തരുടെ മോറൽ വാല്യൂസ് ആണ്. The person with good personal ethics will automatically show his moral and virtue while taking to his friends, relatives and elderly people. അപ്പോൾ അവരെങ്ങനെയാണ് ഓരോരുത്തരെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. A person's personal ethics are revealed in an exceeding professional situation through his behavior. അപ്പം ഇത് തന്നെയാണ് അയാളുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും എന്ത് ചെയ്യുന്നത്, കുറച്ചൊക്കെ ഇമ്പാക്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് പ്രൊഫഷണൽ എത്തിക്സ് എന്താന്ന് നോക്കാം. പേഴ്സണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പേഴ്സന്റെ മോറൽ വാല്യൂസാ. ഇനി ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തുമ്പം അവിടെ എന്തൊക്കെ മോറൽ വാല്യൂസ് ആണോ അതിനാണ് പ്രൊഫഷണൽ എത്തിക്സ്. So professional ethics refers to a person's values and principles that are introduced to an individual in a professional organization. അതായത് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ എന്തൊക്കെ മോറൽ വാല്യൂസ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണോ ഫോളോ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. So each employee in the organization has to follow these rules and they do not have any choice. അപ്പൊ ഇവിടെ ഇങ്ങനെ ചോയ്സ് ഒന്നുമില്ല. ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണോ ഹോണസ്റ്റ് അല്ലായിരിക്കണോ ഒക്കെ നമ്മളുടെ പെർസ്പെക്റ്റീവാ. പക്ഷെ ഇവിടെ പ്രൊഫഷണൽ എത്തിക്സ് വരുമ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല. ആ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെയാണ്, ഈ കമ്പനിയിൽ എംപ്ലോയി ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. So these ethics are very important to import the professional world as it helps in bring the sense of discipline in person's life and maintain decorum of the organization. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ എത്തിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ആസ് ആൻ എക്സാമ്പിൾ, ട്രാൻസ്പെറൻസി, കോൺഫിഡൻഷ്യാലിറ്റി, ഫെയർനെസ് എക്സെട്ര ഫോൾ അണ്ടർ ദ ടേംസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഇപ്പൊ ഒരു നിസ്സാര എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ, ആ ഡോക്ടർ തന്നെ അവിടെയുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ശരിക്കും സെക്യൂർ ആക്കി വെക്കേണ്ടതാ. അത് എല്ലാവർക്കും പബ്ലിഷ് ചെയ്ത് എല്ലാവരെയും കാണിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ ആ ഒരു എത്തിക്സ് ആ ഡോക്ടർ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ രോഗിയെ കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുള്ളൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ പ്രൊഫഷനും ആസ് എ റോൾ ഓഫ് എഞ്ചിനീയർ, നമ്മൾ എഞ്ചിനീയർ ആണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന ഓർഗനൈസേഷനോട് ഒരു നീതി പുലർത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് പ്രൊഫഷണൽ എത്തിക്സ്. ഇനി നമുക്ക് അതിന്റെ ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് നോക്കാം. പേഴ്സണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മോറൽസ് ആൻഡ് വാല്യൂസ് ആണ്. ഇവിടെയാണെങ്കിലോ റൂൾസ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇമ്പോസ് ചെയ്യുവാണ് ഇൻഡിവിജ്വൽസിലേക്ക് ഏതൊക്കെ റൂൾസും റെഗുലേഷൻസും ആണ് വേണ്ടതെന്ന്. ലേൺഡ് ഫ്രം ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഇൻ ചൈൽഡ്ഹുഡ്. ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്.
അല്ലെ, ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതാണ്. ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിൽ നിന്നൊക്കെ ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ നമ്മൾ ആ ജോലി സംബന്ധമായി പ്രൊഫഷനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഫഷണൽ എത്തിക്സ് കിട്ടുന്നത്. ഇനി നോട്ട് കൺഫേമിങ് ദാറ്റ് ദിസ് മേ ഹർട്ട് അതേഴ്സ്, അതായത് ഇത് നമ്മൾ പ്രത്യേകിച്ചും എന്താണ്, നമ്മൾ വേറെ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് അഡ്ഹിയറിംഗ് ദാറ്റ് ദിസ് മേ ഡിസ്ട്രോയ് യുവർ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ. ഇപ്പൊ നമ്മൾ ആ ഈ പോളിസീസും ഗൈഡ് ലൈൻസും ഒന്നും ആ ഓർഗനൈസേഷന്റെ പാലിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജോലി വരെ പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. പേഴ്സണൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഫോളോയിങ് പേഴ്സണൽ എത്തിക്സ്, അതായത് നമ്മുടെ പേഴ്സണൽ നീഡ്സ് ഒക്കെ നമുക്ക് ഈ പേഴ്സണൽ എത്തിക്സ് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈ ബൈ പ്രൊഫഷണൽ എത്തിക്സ്, അതായത് പ്രൊഫഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പ്രൊഫഷണൽ എത്തിക്സ് ആവശ്യമാണ്. ഇനി എക്സാമ്പിൾ ഓപ്പൺനെസ്, ഹോണസ്റ്റി, ഫ്രണ്ട്ലിനെസ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ലോയൽറ്റി, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഏതിൽ വരുന്നത്, പേഴ്സണൽ എത്തിക്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഹോണസ്റ്റി, ഓപ്പൺനെസ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ലോയൽറ്റി, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിനകത്തോ അബൈഡിങ് ബൈ ദ ലോ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, വർക്കർ ട്രീറ്റ്മെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, വർക്കർ സേഫ്റ്റി ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. വർക്കിംഗ് ടൈം, വർക്കിംഗ് സാലറി, പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടാണോ നമ്മൾ ഇൻഫർമേഷൻസ് അവിടെ വെക്കുന്നത്, പിന്നെ ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഇനി അടുത്തത് എക്സാമ്പിൾസ് നോക്കിക്കേ. പേഴ്സണൽ എത്തിക്സിന്റെ ഹോണസ്റ്റി, ലോയൽറ്റി, ഇന്റഗ്രിറ്റി, റെസ്പെക്ട്, സെൽഫ്ലെസ്നെസ് ഒക്കെയാണ്. പ്രൊഫഷണൽ എത്തിക്സിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇംപാർഷ്യാലിറ്റി, ട്രാൻസ്പെറൻസി, പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ് ഒക്കെയാണ് പ്രൊഫഷണൽ എത്തിക്സിന്റെ എക്സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അടുത്തത് ഹൗ ടെക്നോളജീസ് കണക്ട് പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഇനി എങ്ങനെയാണ് ഈ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ പീപ്പിളിനെയും പ്ലേസിനെയൊക്കെ കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ വാട്സപ്പ് വന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം വന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുന്നു, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അത് അടുത്ത ആൾക്ക് കിട്ടുന്നു. മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെക്നോളജീസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻസ് വളരെയധികം പോസിബിൾ ആണ്, അല്ലെ? സോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ പീപ്പിളിനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ടെക്നോളജീസ്, ആദ്യം കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം. എന്തൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം, അല്ലെ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിന് വേണ്ടി എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടെക്നോളജീസ് ലൈക്ക് വീഡിയോ കോൺഫറൻസിങ്, സൂം, ഗൂഗിൾ മീറ്റ്, അങ്ങനെയുള്ളത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീഡിയോ കോൺഫറൻസ് ചെയ്യാം, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോഷ്യൽ മീഡിയ വെച്ചിട്ട് നമുക്ക് അവരുടെ സ്റ്റാറ്റസ്, ട്വിറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ ഒക്കെ യൂസ് ചെയ്യാം. മെസ്സേജിങ് ആപ്പുകൾ, വാട്സപ്പ്, അങ്ങനെയുള്ള മെസ്സേജിങ് ആപ്പുകളുണ്ട്. ഇനി എനേബിൾ ഇൻഡിവിജ്വൽ ടു കണക്ട് വിത്ത്, ഇനിയിപ്പം വാട്സപ്പിനകത്തൊക്കെ നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. കൊളീഗ്സ് റിഗാർഡ്ലെസ് ഓഫ് ലൊക്കേഷൻ, അതായത് ലൊക്കേഷൻ എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, വോയിസ് കോൾ ചെയ്യാം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് രണ്ടാമത്തത് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്. പ്ലാറ്റ്ഫോം ലൈക്ക് ഓൺലൈൻ ഫോറം, ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക് അലോ പീപ്പിൾ വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ് ടു കണക്ട്, ഇന്ററാക്ട്, ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതായത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ യോഗ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, അത് പഠിപ്പിക്കുന്നതുണ്ട്, അതിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള. അപ്പം പിന്നെ അതുപോലെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ അവരുടെ ഇൻട്രസ്റ്റ് അതനുസരിച്ചുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അടുത്തത് മൂന്നാമത്തത് റിമോട്ട് വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ. ടെക്നോളജി എനേബിൾ റിമോട്ട് വർക്ക് ആൻഡ് ഓൺലൈൻ ലേണിംഗ്, അല്ലെ? നമുക്ക് എന്ത് വേണമെങ്കിലും ഓൺലൈനായിട്ട് ലേൺ ചെയ്തെടുക്കാം. കണക്ടിങ് പീപ്പിൾ ടു ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ റിസോഴ്സ് വിത്തൗട്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ, അതായത് വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ, എഡ്യൂക്കേഷൻ, അല്ലെ, ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ റിമോട്ട് വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ, നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് പഠിക്കാനും എവിടെ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്യാനും, വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. അടുത്തത് നാലാമത്തത് ഗ്ലോബൽ കണക്ടിവിറ്റി. ദ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ടെക്നോളജി ഹൗ മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ അക്രോസ് ദ ഗ്ലോബ്, അല്ലെ? ഏത് കൾച്ചർ ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഒരു ഗ്ലോബ് വൈസ്, അതായത് എവിടെ നിന്ന് വേണമെങ്കിലും ഗ്ലോബൽ രീതിയിൽ നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കണക്ടിങ് പ്ലേസസ്. ഇത്രയും നേരം നമ്മൾ പീപ്പിളിനെ എങ്ങനെ കണക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി പ്ലേസുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു?
Smart cities. Technology is being integrated to urban planning to create smart cities to improve infrastructure, transportation and resource management, making cities more efficient and viable. അതായത് സ്മാർട്ട് സിറ്റീസ് പോലെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഡെവലപ്ഡ് ആണ്, അവിടെ തന്നെ വളരെയധികം സ്റ്റോറേജ് സ്പേസുകൾ, സ്റ്റോറേജ് സെന്ററുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ സ്മാർട്ട് സിറ്റീസിൽ ഒരുപാട് പല പല മൾട്ടിനാഷണൽ കമ്പനീസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്മാർട്ട് സിറ്റീസ് ഒരു വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് കണക്റ്റിംഗ് പ്ലേസസ് ആണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, നാവിഗേഷൻ. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൈഡ് ഷെയറിങ്, അതായത് യൂബർ സർവീസുകൾ, പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ ആപ്പ്. നാവിഗേഷൻ ആപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മളുടെ ഗൂഗിൾ മാപ്സ്, അതൊരു നാവിഗേഷൻ ആപ്പാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമുക്ക് പലതരത്തിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ആപ്സുകളുണ്ട് അല്ലെ, KSRTC അല്ലെങ്കിൽ ട്രെയിന്, അങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ടു ഇംപ്രൂവ് മൊബിലിറ്റി ആൻഡ് കണക്ടിവിറ്റി വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ സിറ്റീസ്. അപ്പൊ അങ്ങനെ വരുന്തോറും നമുക്ക് ആ കണക്ടിവിറ്റി, സിറ്റീസ് തമ്മിലുള്ള കണക്ടിവിറ്റി കൂടുതൽ എൻഷുർ ചെയ്യുന്നുണ്ട്. അടുത്തത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. Technology enable business to optimize their supply chains, connecting manufacturers, distributors and retailers across different locations. അതായത് നമ്മളിപ്പം ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, അവർക്ക് പല പല യൂണിറ്റിൽ സപ്ലൈ ഉണ്ടെങ്കിൽ ഇവരെല്ലാമായിട്ട് ഇന്റർ കണക്റ്റഡാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ചാൻസ് കിട്ടുന്നുണ്ട്. ടെലിമെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ, നമുക്ക് ഡോക്ടേഴ്സിനെ തന്നെ വിർച്വൽ കൺസൾട്ടേഷൻ അല്ലെ, നമ്മൾ കോവിഡ് വന്ന സമയത്തൊക്കെ വിർച്വൽ കൺസൾട്ടേഷൻ ആയിരുന്നു. അതുപോലെ പേഷ്യന്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൻസർ ഉപയോഗിച്ചുള്ള വാച്ചുകളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ റിമോട്ടായിട്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഷുഗർ പ്രഷറൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഹെൽത്ത് കെയറിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് പല ലൊക്കേഷനിലിരുന്ന് അവരെ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുകയാണ് അല്ലെ, അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഫീൽഡിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്ലഗേരിസം. എന്താണ് പ്ലഗേരിസം? സോ പ്ലഗേരിസം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് പ്ലഗേരിസം? അതായത് നമ്മൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും റിപ്പോർട്ടോ എന്തെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്ലഗേരിസം വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് പ്ലഗേരിസം. പ്ലഗേരിസം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വൺ പ്ലഗേരിയസ്. പ്ലഗേരിയസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് മീനിങ് കിഡ്നാപ്പർ, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ഒരു സാധനം നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് പോരുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. പ്ലഗേരിസം മീൻസ് സ്റ്റീലിംഗ് ഓർ കോപ്പിങ്. കണ്ടോ, നമ്മൾ കള്ളത്തരത്തിലൂടെ ആ വേറൊരാളുടെ സാധനം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കോപ്പി ചെയ്യുന്നു. ആൻഡ് റെപ്രസെന്റിങ് ഇറ്റ് ആസ് ഓൺ വർക്ക്. അതായത് വേറൊരാളൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു, ഞാൻ ആ കണ്ടന്റ് എല്ലാം കൂടെ എന്റെയിലേക്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്റെ പേര് വെച്ച് അടിയിൽ എഴുതി കൊടുക്കുന്നു. അപ്പൊ അയാളുടെ കണ്ടന്റ് ആണ്, ആ കണ്ടന്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മോഷ്ടിച്ച് ഞാൻ എന്റെ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ട് ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ അടിയിൽ എന്റെ പേര് വെച്ച് ഇത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ പ്ലഗേരിസം എന്ന് പറയുന്നത്. So the availability of anything and everything on the internet has made our lives easier, but people make misuse their advantage. അതെ, നമുക്ക് ഇന്റർനെറ്റ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും പക്ഷെ എന്ത് ചെയ്യുന്നു, ഇത് മിസ്യൂസ് ചെയ്യുന്നു അല്ലെ. നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ടെങ്കിലും ഈ ഇൻഫർമേഷൻസ് എല്ലാം, ഈ ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജ് എല്ലാം മിസ്യൂസ് ചെയ്തിട്ട് വേറൊരാളുടെ വർക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ ഫെയിം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റീൽ ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. ഫോർ അക്കാഡമിക് ബെനിഫിറ്റ്സ്, അക്കാഡമിക്ക് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി, പേഴ്സണൽ ഇൻട്രസ്റ്റിന് എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ അതിനെ സ്റ്റീൽ ചെയ്യുന്നു അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലഗേരിസം എന്ന് പറയുന്നത്. സോ പ്ലഗേരിസം ക്യാൻ ബി ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. ഒന്നെങ്കിൽ നമുക്ക് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ കോപ്പി ചെയ്തു പോയതായിരിക്കാം. വി ഷുഡ് ഹാവ് ദി നോളജ് ഓഫ് വാട്ട് ക്യാൻ ബി കോൾഡ് പ്ലഗേറൈസ്ഡ് കണ്ടന്റ് ആൻഡ് വാട്ട് നോട്ട്. അപ്പൊ നമുക്കൊരു നോളജ് വേണം, ഏതാണ് പ്ലഗേറൈസ്ഡ് ഏതാണ് അല്ലാത്തത് എന്നുള്ളൊരു നോളജ് വേണം. ദിസ് റെഫേഴ്സ് ടു അൺഎത്തിക്കൽ ഡ്യൂപ്ലിക്കേഷൻ. അതൊരു എത്തിക്കൽ കൺസെപ്റ്റ് ആണോ? അല്ല. ഈ പ്ലഗേറിസം എന്ന് പറഞ്ഞാൽ അൺഎത്തിക്കൽ ആണ്, ഒരു അൺഎത്തിക്കൽ കോൺസെപ്റ്റ് ആണ്. ഓഫ് ഡേറ്റ ഓർ തിയററ്റിക്കൽ ഇൻഫർമേഷൻ ഫ്രം റെക്കോർഡ്സ് ഓൾറെഡി പബ്ലിഷ്. അതായത് ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഒരാളുടെ നമ്മൾ അൺഎത്തിക്കൽ ആയിട്ട് അയാളുടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ദർ ഹാസ് ബീൻ എ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ ഡ്യൂപ്ലിക്കേറ്റഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ഡേറ്റ ഇൻ സബ്മിഷൻ ഓഫ് പ്രോജക്ട് വർക്ക് ആൻഡ് തീസിസ്. അപ്പൊ നമ്മുടെ പ്രോജക്ട് വർക്കിനോ തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ ഡേറ്റ ചെയ്യുമ്പോൾ അതൊരു മാനിപ്പുലേറ്റഡ് ഡേറ്റയാണ്. സോ അതിനെയാണ് നമ്മൾ പ്ലഗേറിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫോളോയിങ് ആർ ദ കീ പോയിന്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്
കോൾഡ് പ്ലഗേരിസം. അപ്പൊ എന്തൊക്കെയാണ് പ്ലഗേരിസത്തിന്റെ കീ പോയിന്റ്സ് നോക്കാം. ഇഫ് യു യൂസ് അനദർ പേഴ്സൺസ് വർക്ക് അണ്ടർ അവർ നെയിം, നമ്മൾ വേറൊരാളുടെ വർക്ക് നമ്മുടെ പേരിലേക്ക് ആക്കുന്നു, അതിന് നമ്മൾ എന്ത് പറയും? പ്ലഗേരിസം എന്ന് പറയും. ഇനി ഇഫ് വി കോപ്പി അതർ ഐഡിയാസ് ആൻഡ് വേർഡ് ആൻഡ് ഡോണ്ട് ഗീവ് ദം ക്രെഡിറ്റ്, ഇപ്പൊ നമ്മൾ വേർഡ്സോ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ഒക്കെ കോപ്പി ചെയ്തിട്ട്, ഇപ്പൊ അബ്ദുൽ കലാമിന്റെ ഫേമസ് കോട്ട് അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് അവരുടെ പേര് മെൻഷൻ ചെയ്യാതിരിക്കുക, നമ്മളുടെ പേര് എഴുതി വെക്കുക, അപ്പൊ അതൊക്കെ ഒരു പ്ലഗേരിസം ആണ്. ഇഫ് വി ഇപ്പം ഓൾറെഡി അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് പാസ് അബ്ദുൽ കലാംസ് കോട്സ് റെഫേഴ്സ് ദാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് റെഫർ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ അവരുടെ പേര് വെക്കാതെ നമ്മൾ കോപ്പി ചെയ്യുവാണെങ്കിൽ അത് പ്ലഗേരിസം ആണ്. If we download copyrighted image or music and present them as our own, copyrighted image or music ഒക്കെ വെക്കുവാണെങ്കിലും അതും പ്ലഗേരിസം ആണ്. If we copy maximum words and modify them so that we cleverly use them under our own name, ഈ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി വെച്ചാലും അതും എന്താണ്? പ്ലഗേരിസ്റ്റ് ആണ്. കാരണം കണ്ടന്റ് സെയിം ആയിരിക്കും, ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും അതും പ്ലഗേരിസം ആണ്. If we use someone else copyrighted music or video for our own music cover or video, ആരുടെയെങ്കിലും മ്യൂസിക് കവറോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്താലും അതും പ്ലഗേരിസം ആണ്. If we recreate an image, ഒരു ഇമേജ് റീക്രിയേറ്റ് ചെയ്തു, വീഡിയോ, മ്യൂസിക്, ആർട്ടിക്കിളൊക്കെ റീക്രിയേറ്റ് ചെയ്ത്, പക്ഷെ അതിന്റെ ആ കണ്ടന്റിൽ വ്യത്യാസമില്ലെങ്കിൽ അതും എന്താണ്? അതും പ്ലഗേരിസം ആണ്. ഇനി വൈ ഈസ് പ്ലഗേരിസം അൺഎത്തിക്കൽ? ഇനി എന്തുകൊണ്ടാണ് ഇത് അൺഎത്തിക്കൽ എന്ന് പറയുന്നത്? പ്ലഗേരിസം ഈസ് അൺഎത്തിക്കൽ ബിക്കോസ് വി ആർ റെപ്രസെന്റിങ് സമ്മൺ അതർ വർക്ക്, അതായത് അവരുടെ വർക്കാണ് അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഇൻ റിയൽ ലൈഫ് വേൾഡ് ഇഫ് സമ്മൺ എൽസ് ടേക്ക് അവർ തിങ്സ് വിത്തൗട്ട് അവർ പെർമിഷൻ വി കോൾ ദം ആസ് തീഫ്. അല്ലെ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടില് ഒരാള് എന്തെങ്കിലും ഒരു സാധനം നമ്മളോട് ചോദിക്കാതെ എടുത്താൽ അയാളെ കള്ളൻ എന്ന് വിളിക്കും. ആ സെയിം സംഭവം തന്നെയാണ്, ആ ഒരു സെയിം ഒഫൻസ് ആണ് അല്ലെ. സോ ഈ പ്ലഗേരിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺഎത്തിക്കൽ അല്ലെ, ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. അതിന് പണിഷ്മെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സിമിലർലി ഇഫ് ഇൻ ദ വിർച്വൽ വേൾഡ് സമ്മൺ കോപ്പീസ് സമ്മൺ എൽസ് വർക്ക് ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ആൻഡ് ഇസ് പണിഷബിൾ ഒഫൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. പ്ലഗേരിസം അഫക്ട് ദ ഇന്റഗ്രിറ്റി ഓഫ് അക്കാഡമിക്സ്, അതായത് ആ ഒരു കറക്റ്റ്നെസ്സിനെ അല്ലെ അഫക്ട് ചെയ്യും. ഒരാൾ കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ പബ്ലിഷ് ചെയ്തു, അത് കോപ്പി ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുമ്പോൾ ആ കറക്റ്റ്നെസ്സിനെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. റിസർച്ചേഴ്സ് ആർ ഗിവൺ ദ ഡിഗ്രി ഓഫ് PhD ഓൺ ബേസ് ഓഫ് റിസർച്ച് വർക്ക്, അല്ലെ PhD ഒക്കെ റിസർച്ച് വർക്കിന്റെ ബേസിസിലാണ് കിട്ടുന്നത്. പക്ഷെ ചിലരൊക്കെ എന്ത് ചെയ്യും? ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഇത് അവരുടെ ആണെന്ന് പറഞ്ഞ് ഫേക്ക് ആയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ സൈബർ സെക്യൂരിറ്റി എത്തിക്സ്. എന്താണ് സൈബർ സെക്യൂരിറ്റി എത്തിക്സ് അല്ലെങ്കിൽ സൈബർ ട്രസ്റ്റ് എന്താണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ സൈബർ സെക്യൂരിറ്റി എത്തിക്സ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് ഡേറ്റ, നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം ഇൻ അക്കോർഡൻസ് വിത്ത് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ജഡ്ജ്മെന്റ്. അതായത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുവാണ്. ഏതിനേക്കാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഡേറ്റയെ. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യും, നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യും. എന്തിന്? എവിടുന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മളുടെ ട്രസ്പാസേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രൂഡേഴ്സ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റത്തെ, നെറ്റ്വർക്കിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം കൊണ്ട് നമ്മൾ പാസ്വേഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കും. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നത്? വേറൊരാൾ വന്ന് നമ്മുടെ സിസ്റ്റം എടുക്കാതിരിക്കാൻ. അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ്വർക്കും നമ്മുടെ സിസ്റ്റവും നമ്മുടെ ഡേറ്റ എല്ലാം നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് വെക്കണം? സെക്യൂർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വേറെ ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ എത്തിക്സ് ഇൻ സൈബർ സെക്യൂരിറ്റി എൻകോമ്പസ് സോഷ്യൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ സെക്യൂരിറ്റി പ്രാക്ടീസ്. അപ്പൊ നമ്മുടെ സോഷ്യൽ ലീഗൽ കൺസിഡറേഷൻ എങ്ങനെയാണ് നമ്മുടെ സെക്യൂരിറ്റി പ്രാക്ടീസ്, അതിന്റെ ലീഗൽ കൺസിഡറേഷൻ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. So, organization may adopt different code of ethics based on factors such as culture, size, geography, financial power. അപ്പം നമുക്ക് പല കോഡ് ഓഫ് എത്തിക്സ് ഡിഫറെന്റ് ആണ്. ഡെഫിനിഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സൈബർ സെക്യൂരിറ്റി എത്തിക്സ് വേരി വൈഡ്ലി. അതായത് ഓരോ സ്ഥലത്തും അതിന്റെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ എത്തിക്സ് എന്താണ്? വേറെയാണ്. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? നമ്മളുടെ ഡേറ്റയും നെറ്റ്വർക്കും സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുക. അത്രയാണ് അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ഇനി എത്തിക്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊവൈഡിങ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. CIA എന്ന് പറയും. CIA ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഫോർ പ്രൊവൈഡിങ് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഓക്കെ, ഇതിന് മൂന്നിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി നമ്മൾ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻസ് എന്തായിരിക്കണം? സെക്യൂർ ആയിരിക്കണം. വേറെ ആരും ആക്സസ് ചെയ്യാൻ പാടില്ല. ഇനി ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ്നെസ്.
കറക്റ്റ്നെസ്. നമ്മളുടെ ഡേറ്റ ഇപ്പൊ അതായത് എന്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് വേറൊരാൾക്ക് അയക്കുന്നു. ഇപ്പം എ എന്ന് പറയുന്ന ഒരാള് ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു. എ ഹലോ എന്നുള്ള മെസ്സേജ് ബിക്ക് അയച്ചു. ബിക്ക് എന്ത് തന്നെ കിട്ടണം? ഈ ഹലോ എന്നുള്ള മെസ്സേജ് തന്നെ കിട്ടണം. അതിന്റെ ഇടയിൽ ആരും വന്ന് ഈ ഹലോ മെസ്സേജിനെ മാറ്റി വേറെ മെസ്സേജ് ഒന്നും അയക്കാൻ പാടില്ല. അപ്പൊ എ എന്താണോ മെസ്സേജ് അയച്ചത് അത് കറക്റ്റ് ആയിട്ട് ബിക്ക് കിട്ടണം. അതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ളൊരു യൂസറാണ്. എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഒരു പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ പാസ്വേഡ് അടിച്ച് എപ്പോഴാണെങ്കിലും ആ ഡേറ്റ അവൈലബിൾ ആയിരിക്കണം, അല്ലെ? അല്ലാതെ ചില സമയത്ത് മാത്രം അവൈലബിൾ ആണെങ്കിൽ എനിക്ക് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എപ്പോഴൊക്കെ പാസ്വേഡ് അടിച്ച് കറക്റ്റ് ആയിട്ട് അതിനകത്ത് കയറിയാലും എനിക്ക് ആ ഡേറ്റ അപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കണം. അതാണ് അവൈലബിലിറ്റി. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയുടെ മെയിൻ എയിം: കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. അപ്പോൾ അതാണ് പറഞ്ഞത് ഫോർ പ്രൊവൈഡിങ്. അപ്പൊ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് കോൺഫിഡൻഷ്യൽ, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. എന്ത് ഇൻഫർമേഷൻ? ഡിജിറ്റൽ ഇൻഫർമേഷൻ, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ. Leveraging cyber security tools and technology require the use of ethical regulations and measures. Ethics in cyber security enhances professionalism and help preempt and respond to cyber threats. It's also ensure compliance with cyber security laws and standards. അപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽസ്, അതായത് നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റിക്ക് നമുക്ക് കുറച്ച് ലോസും സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അത് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു സൈബർ സെക്യൂരിറ്റി ഫോളോ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അത് മുഖാന്തരമാണ് നമുക്കൊരു സൈബർ ട്രസ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്സ് ആർ ഇന്റർ കണക്റ്റഡ് terms that support loyalty and trust between parties. അപ്പൊ നമുക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടുന്നു. ഇപ്പൊ ഞാൻ വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? നമ്മൾ അയക്കുന്ന മെസ്സേജ് കറക്റ്റ് ആയിട്ട് അയാൾക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ള വാട്സപ്പിന്റെ ആ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ആ ഒരു എൻക്രിപ്ഷൻ രീതിയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചാൽ വേറെ ആളും കാണുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു അറ്റാക്കർ വന്ന് ആ മെസ്സേജ് ഒന്നും മാറ്റുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവുന്നു. അപ്പൊ ഒരു ട്രസ്റ്റ് നമുക്ക് കിട്ടുവാണ്. For instance, an ethical hacker should consider ethical factors when identifying and disclosing vulnerabilities. അപ്പോൾ എന്തെങ്കിലും ഒരു എത്തിക്കൽ ഹാക്കർ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കിയിരിക്കുവാണ് ഈ ഒരു ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യാൻ, തെറ്റിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഡേറ്റയും നെറ്റ്വർക്കും സിസ്റ്റവും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഇനി അടുത്തത് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി. അക്കൗണ്ടബിലിറ്റി എൻഷുർ ദാറ്റ് പ്രൊഫഷണൽ ആർ റെസ്പോൺസിബിൾ ഫോർ ദർ ജോബ് റിലേറ്റഡ് ആക്ഷൻ. യൂസർ ആക്ടിവിറ്റി ഷുഡ് ബി പ്രോപ്പർലി ലോഗ്ഡ് ടു പ്രൊവൈഡ് നോൺ റെപ്യൂട്ടേഷൻ ആൻഡ് ഹോൾഡ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിൾ ഫോർ ലീഗൽ കോൺസിക്വൻസ്. അതായത് നമ്മൾ ആ സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ ഔട്ട് ചെയ്യുക. വീണ്ടും ലോഗിൻ ചെയ്യണമെങ്കിൽ വീണ്ടും പാസ്വേഡ് വേണം. അപ്പോൾ വേറെ ആരും വന്ന് നമ്മുടെ ഡേറ്റയൊന്നും എടുക്കുന്നില്ല. ഇനി അടുത്തത് ട്രാൻസ്പെറൻസി. Transparency significantly enhances credibility and collaboration in cybersecurity ethics. It is closely related to accountability and establish trust between parties by open information sharing procedure. Transparent ആയിരിക്കണം, അല്ലേ? അതിനകത്ത് വേറെ കള്ളത്തരങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ ഈ പാസ്വേഡ് വേറെ ആരെങ്കിലും എടുത്തു വെച്ചിട്ട് പിന്നെ അത് ചെയ്യും, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ട്രാൻസ്പെറൻസിയും നമ്മുടെ അക്കൗണ്ടബിലിറ്റിയും തമ്മിൽ ചെറിയൊരു ഒരു ക്ലോസ്നെസ് ഉണ്ടെന്ന് പറയുന്നത്. ആ ഒരു ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നത്. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്ത് വെക്കുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ സിസ്റ്റത്തിൽ ഒരുപാട് ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ ഒന്നും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നില്ല, കാരണം അതെല്ലാം സീക്രട്ട് ആയിരിക്കണമെന്നില്ല. ചില ഡേറ്റാസ് മാത്രമായിരിക്കും സീക്രട്ട് ആയിട്ട് ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന് മാത്രം നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക, ബാക്കിയെല്ലാം സെക്യൂർ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ ഇപ്പൊ എ എന്ന് പറഞ്ഞ ആള് ബിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും അവിടെ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ മോഡിഫൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. സോ എ ഒരു മെസ്സേജ് ബിക്ക് അയച്ചാൽ ആ എ എന്താണോ അയച്ചത് ആ മെസ്സേജ് തന്നെ ആയിരിക്കണം ബിക്ക് എത്തുന്നത്. അതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അടുത്തതാണ് അവൈലബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ആ പാസ്വേഡ് അടിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് യൂസർ ആണെങ്കിൽ ആ യൂസർ എപ്പോൾ ഡേറ്റ ചോദിച്ചാലും അത് അവൈലബിൾ ആയിരിക്കണം.
അത് നമ്മൾ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ച് ചില സമയത്ത് മാത്രമേ ഡേറ്റ കിട്ടുള്ളൂ, ചില സമയത്ത് ഡേറ്റ കിട്ടില്ല. അങ്ങനെയല്ല, എപ്പോഴും അത് എന്തായിരിക്കണം, അത് കറക്റ്റായിട്ട് അവൈലബിൾ ആയിരിക്കണം ആ ഡേറ്റ. ഇനി അടുത്തത് കംപ്ലയൻസ്. കംപ്ലയൻസ് ഡിസ്ക്രൈബ് ദ എഫോർട്ട് ടു കൺഫേം സ്റ്റാൻഡേർഡ്സ്, ലോസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ ഇതിന് എന്ത് വേണം, ഓവറോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരണം. ഇപ്പൊ നമ്മുടെ റോഡിൽ നമ്മൾ 2 വീലേഴ്സും കാറും ഒക്കെ യൂസ് ചെയ്യുമ്പം അവിടെ എന്താണ്, ഹെൽമെറ്റ് വെക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും ഒക്കെ റൂൾസ് ഉണ്ട് അല്ലെ. വൺ വേ ആണെങ്കിൽ ഒരു സൈഡിൽ കൂടെ മാത്രമേ പോകാനുള്ള റൂളുണ്ട്. അപ്പൊ ആ റൂൾസ് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പൊ നമുക്ക് എല്ലാത്തിനും ആ സ്റ്റാൻഡേർഡും ലോസും റൂൾസും ആവശ്യമാണ്. അടുത്തത് കണ്ടിന്യൂസ് ലേണിംഗ്. കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ കോപ്പിംഗ് വിത്ത് ദ ലേറ്റസ്റ്റ് ത്രെറ്റ് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. അതായത് ഇപ്പൊ ഒരു 10 കൊല്ലം മുമ്പുള്ള അറ്റാക്കറോ അല്ലെങ്കിൽ വൈറസോ ഒന്നും ആയിരിക്കില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ, 5 കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊക്കെ അറ്റാക്കർ വരാം, ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഡേറ്റ ചോർത്തിക്കൊണ്ട് പോകാന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ഇനി അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ എന്തൊക്കെ പഴുതുകളുണ്ടോ ആ പഴുതുകളൊക്കെ അടച്ചിട്ട് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ അറ്റാക്കർ വന്ന് വീണ്ടും നമ്മുടെ ഡേറ്റയെ ഒന്നെങ്കിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ തന്നെ ചോർത്തിക്കൊണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എക്സ്പ്ലെയിൻ കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ? So the negotiation regarding the employment terms between an employer and its workers is termed as collective bargaining. എന്താണ് collective bargaining? The negotiation regarding the employment terms between an employer and its workers is termed as collective bargaining. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഞാൻ അതിൻ്റെ ഓണറാണ്, എനിക്ക് കുറച്ച് വർക്കേഴ്സ് ഉണ്ട്. അപ്പം ആ അതായത് ഞാനാണ് എംപ്ലോയർ, എൻ്റെ താഴെ കുറച്ച് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? അതായത് ഇതൊരു മാനേജറാണ്, ആ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഓണറാണ്. ആ ഓണറിന്റെ താഴെ കുറേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. E1, E2, E3, E4 കുറേ എംപ്ലോയീസ് ഉണ്ട്. ഈ ഓണറും ഈ എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. So the employer and the representatives of the employees agree to certain terms and conditions regarding the various terms of employment. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ചിലയിടത്ത് വർക്കിംഗ് അവേഴ്സ് ഭയങ്കര കൂടുതലാണ്. ചില ആൾക്കാർ ടെക്സ്റ്റൈൽസിലൊക്കെ സെയിൽസ് ഗേളും സെയിൽസ്മാനും ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞൊരു വയലേഷനാണ്. അപ്പൊ നമ്മളുടെ ഈ എംപ്ലോയീസ് തന്നെ ഒരാളുണ്ടാവും. ഇത് കുറെ എംപ്ലോയീസ് ആണല്ലോ. ഈ എംപ്ലോയീസ് തന്നെ ഇപ്പൊ E2 എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആയിരിക്കും അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്ര എംപ്ലോയീസിന്റെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഈ E2 എന്ന് പറയുന്ന ആളാ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഒരു യൂണിയൻ ഒക്കെ കാണും, എംപ്ലോയീസ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവരെന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ഓണറെ കണ്ട് ഇതാണ് നമ്മളുടെ പ്രശ്നം, നമുക്ക് സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഈ ഓണറെ അവതരിപ്പിക്കും. ചില ഓണർമാര് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും, ചിലർ സമ്മതിക്കില്ല. അപ്പൊ അവിടെ ഇടയിൽ വരുന്ന ഒരു നെഗോഷിയേഷനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ഓണറും വർക്കേഴ്സും തമ്മിലിടയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സോ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയി ബിലോങ് ടു സർട്ടൺ ട്രേഡ് യൂണിയൻസ്. കണ്ടോ, ഇവരെന്ന് പറഞ്ഞാൽ ചില ട്രേഡ് യൂണിയൻസിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗോഷിയേഷൻസ് ആവശ്യമാണ്. ഇപ്പൊ എന്തൊക്കെയായിരിക്കും? എംപ്ലോയി വർക്കിംഗ് കണ്ടീഷൻ, ചിലപ്പോൾ ഭയങ്കര വർക്കിംഗ് കണ്ടീഷൻ ശരിയായിരിക്കില്ല. ചിലപ്പോൾ സാലറീസ്, വേജ്, ഇൻസെന്റീവ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, കോമ്പൻസേഷൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ചില വർക്കിംഗ് ടൈം ഒക്കെ വളരെ ഇങ്ങനെ വർക്കിംഗ് ടൈം വളരെ കൂട്ടി ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഓവർലോഡ് പണി കൊടുക്കും. അപ്പൊ അതൊക്കെ വരുമ്പം നമ്മൾ ഇങ്ങനെ ഒരു നെഗോഷിയേഷൻ, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. ഓണർക്കും എംപ്ലോയീസിനും വേണ്ടി നമുക്ക് നല്ല കാര്യമാണ് അങ്ങനെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു എഗ്രി വിത്ത് ബോത്ത് പാർട്ടീസ് വയ എ റിട്ടേൺ കോൺട്രാക്ട്. കണ്ടോ, ഒരു കോൺട്രാക്ട് വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യും. ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് 7 to 8 hours ആണ്, സാലറി ഇന്നതാണെന്നുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. According to the International Labour Organization, collective bargaining is essential for all employees. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ആൾക്കാർ ഓവർ ടൈം പണി ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ സാലറി കൊടുക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്സ് ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ്. എന്തൊക്കെയാണ് നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കാം. സോ റെക്കഗ്നൈസിങ് ദ പ്രോബ്ലംസ് ആൻഡ് ഓർഗനൈസിങ് ദ ഡിമാൻഡ്. എന്തൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊരു യൂണിയൻ ഉണ്ട്, എംപ്ലോയീസ് യൂണിയൻ. അവരെന്ത് ചെയ്യും? ചർച്ച ചെയ്യും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്?
ആ പ്രശ്നം അതാണ് ദിസ് ഇൻവോൾവ് കമ്പൈലിംഗ് എ ലിസ്റ്റ് ഓഫ് കംപ്ലൈൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള കംപ്ലൈൻസ് അവർ ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഇന്നെഡ്യൂക്കേറ്റ് പേ, ഒന്നെങ്കിൽ ഇന്നെഡ്യൂക്കേറ്റ് പേ ആയിരിക്കും, കറക്റ്റ് ആയിട്ട് വേതനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹാർഷ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ വളരെയധികം ഹാർഷ് ആയിട്ടുള്ള മാനേജ്മെന്റ് രീതികളായിരിക്കാം. എന്താണോ ആ പ്രശ്നം ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിക്കും. എന്നിട്ട് ഈ നമ്മൾ കുറേ എംപ്ലോയീസ് ഉണ്ടാവില്ല, ആ എംപ്ലോയീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സും പിന്നെ ഈ ഓണറും അല്ലെങ്കിൽ ആ മാനേജിങ് ഡയറക്ടറും ഒക്കെ ആയിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കും, ഇനി അങ്ങ് ശമ്പളം കുറവാണ്, ശമ്പളം കൂട്ടിത്തരണമെന്നൊക്കെ പറഞ്ഞു നോക്കും. അടുത്തത് എന്താണ്? റീച്ചിങ് എ ടെമ്പററി എഗ്രിമെന്റ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു ടെമ്പററി എഗ്രിമെന്റിലേക്ക് എത്തും. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, നമുക്കൊരു ടെമ്പററി എഗ്രിമെന്റിലേക്ക് എത്താം. ഇന്നു മുതൽ ശമ്പളം ഇത്രയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ DA ഇത്ര കൂട്ടിത്തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസെന്റീവ് തരാം എന്നൊക്കെ പറഞ്ഞൊരു ടെമ്പററി എഗ്രിമെന്റിലേക്ക് എത്തും. ഇനി അടുത്തത് എന്താണ്? അപ്രൂവിങ് ആൻഡ് എൻഡോസിങ് ദ എഗ്രിമെന്റ്. എന്നിട്ട് എഗ്രിമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്യണം. ദ ഡീറ്റെയിൽഡ് കോൺട്രാക്ട് വുഡ് ബി പ്രസന്റഡ് ടു ദ യൂണിയൻ മെമ്പേഴ്സ് ഹു ഹാവ് ദ പവർ ടു എയ്തർ വോട്ട് ഓർ എഗെയിൻസ്റ്റ് ദ ന്യൂ എഗ്രിമെന്റ്. അപ്പം എഴുതി സൈൻ ചെയ്ത് ഈ നമ്മുടെ ട്രേഡ് യൂണിയന്റെ ആൾക്കാരുണ്ടല്ലോ, അവരിത് എഴുതി ഒപ്പിട്ട് കൊടുക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കോൺട്രാക്ട് സൈൻ ചെയ്യും. ഇനി അടുത്തത് മോണിറ്ററിങ് ദ എഗ്രിമെന്റ്. എന്നിട്ട് രണ്ടു കൂട്ടർ ഇത് കറക്റ്റ് ആയിട്ടാണോ ഫോളോ ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യും. ആദ്യം പറയും ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ല, ആ എഗ്രിമെന്റ് ഇവര് ഫോളോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? റെക്കഗ്നൈസിങ് ദ പ്രോബ്ലംസ് ആൻഡ് ഓർഗനൈസിങ് ദ ഡിമാൻഡ്, നെഗോഷിയേറ്റിംഗ്, റീച്ചിങ് എ ടെമ്പററി എഗ്രിമെന്റ്, അപ്രൂവിങ് ആൻഡ് എൻഡോസിങ്, മോണിറ്ററിങ് ദ എഗ്രിമെന്റ്. ഇത്രയുമാണ് കളക്റ്റീവ് ബാർഗനിങ്ങിനകത്ത് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? റെമ്യൂണറേഷൻ, നെഗോഷിയേഷൻ. നമുക്ക് റെമ്യൂണറേഷൻ, സാലറി കൂട്ടിത്തരാൻ വേണ്ടി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ആൾക്കാരെ വിളിച്ച് നമുക്ക് കൂട്ടി കിട്ടണം എന്ന് പറയാം. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ്. പിന്നെ അവിടുത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെ, വർക്ക് പ്ലേസ് പോളിസീസ്. ഇത്ര എംപ്ലോയീസ് കൂടുതലാണെങ്കിൽ അവിടെ ESI കൊടുക്കണം, PF കൊടുക്കണമെന്നുണ്ട്. പിന്നെ അവിടെ സേഫ്റ്റി അല്ലെ, എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അടുത്തത് എംപ്ലോയ്മെന്റ് ടേംസ് അല്ലെ, എന്തൊക്കെയാണ് നമ്മളുടെ എംപ്ലോയ്മെന്റ്? ചിലപ്പോൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കാം, ചിലർ പെർമനന്റ് ആയിട്ടെടുക്കും. പെർമനന്റ് ആയിട്ട് എടുക്കുന്നവരെ നോട്ടീസ് ഒന്നും ഇല്ലാതെ പിരിച്ചുവിടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഒരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അടുത്തത് റെസൊല്യൂഷൻ ഓഫ് ഡിസഗ്രിമെന്റ്സ്. കളക്റ്റീവ് ബാർഗനിങ് ഹെൽപ്പ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. ഈ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് ഒന്നും ഇല്ല, ചുമ്മാ കടന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയും, ചിലർ പറഞ്ഞെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് എന്താണ്? കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയിയുടെ റൈറ്റുകളൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യും അല്ലെ. വർക്കിംഗ് അവേഴ്സ് ഇപ്പൊ 5 മണിയിൽ കൂടുതലൊക്കെ അല്ലെങ്കിൽ 8 മണിക്കൂറാണ്, 10 മണിക്കൂർ ഇരിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം എഗ്രിമെന്റിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കളക്റ്റീവ് ബാർഗനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ കീ ആസ്പെക്ട്സ് ഓഫ് മാനേജിങ് കോൺഫ്ലിക്റ്റ്. എന്തൊക്കെയാണ് നമ്മൾ മാനേജിങ് കോൺഫ്ലിക്റ്റിന്റെ കീ ആസ്പെക്ട്സ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദി നേച്ചർ ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കം. ആ തർക്കം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ തർക്കം, എംപ്ലോയീസും എംപ്ലോയറും ഒരു കമ്പനിയിൽ തർക്കം ഉണ്ടായാൽ നമുക്ക് എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആ തർക്കം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലെ, എന്നാലല്ലേ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് കോൺഫ്ലിക്റ്റ്, അത് എന്ത് നേച്ചറിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. So, recognizing the conflict is a normal part of human interaction and can arise from various sources including difference in values, goals and perceptions. പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരാണ്, അവരുടെ പെർസെപ്ഷൻസും വാല്യൂസും ഒക്കെ വേറെയാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ആദ്യം മനസ്സിലാക്കുക. അടുത്തത് ഐഡന്റിഫൈങ് ദ റൂട്ട് കോസ്. ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം? ഐഡന്റിഫൈയിങ് ദ റൂട്ട് കോസ്. എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം? ഇപ്പൊ പല പാർട്ടിക്കാർ തമ്മിൽ അങ്ങനെയുള്ള തർക്കമാവാം. എന്തിനു വേണ്ടിയിട്ടാണ് അവര് തർക്കിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് പ്രൊമോട്ടിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? തുറന്ന് സംസാരിക്കുക. വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ, അതായത് നേരത്തെ തന്നെ കരുതി കൂട്ടിയൊന്നും ചെയ്യാതെ തുറന്ന് എന്ത് ചെയ്യാം?
അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഒരു പാർട്ടിക്കാർ പറയുന്നത് മറ്റേ പാർട്ടിക്കാർ കറക്റ്റായിട്ട് കേൾക്കുക, അതിനെ എന്താണ് അനലൈസ് ചെയ്യുക, അത് കറക്റ്റ് ആണോ, ഇത് ചിലരുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അടുത്തത് അപ്ലൈയിങ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അതിനകത്ത് എത്തിക്സ് കൊണ്ടുവരിക. കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആണോ, ഫെയർ ആയിട്ടുള്ള അഭിപ്രായമാണോ, ഓപ്പൺ ആയിട്ടാണോ പറഞ്ഞത്, അങ്ങനെ എത്തിക്കൽ വാല്യൂസ് അതിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം പ്രോബ്ലം ഇതിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കുക, തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. പിന്നെ അതിനകത്തേക്ക് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അത് കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ ഡിസിഷൻ ആണോ നമ്മൾ എടുത്തേക്കുന്നത്, കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കീ ആസ്പെക്ട്സ് ഓഫ് മാനേജിങ് കോൺഫ്ലിക്റ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, ഡെവലപ്പിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ്. അപ്പം ഇത്രയും നേരം നമ്മൾ എത്തിക്കൽ വാല്യൂസ് കൊടുത്തു, ഡിസിഷൻസ് ഒക്കെ എടുത്തു. ഇനി അതിനകത്ത് എന്ത് ചെയ്യുക? ഡെവലപ്പിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ്. നമ്മൾ പതുക്കെ കോൺഫ്ലിക്റ്റ് ഇനി ഉണ്ടാവാതിരിക്കാനുള്ള സ്കിൽസ് കൊണ്ടുവരിക. നമ്മൾ കുറേയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുക, നെഗോഷിയേറ്റ് ചെയ്യുക, മീഡിയേഷൻ ആൻഡ് കോംപ്രമൈസ് ആസ് വെൽ ആസ് ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു മാനേജ് ഇമോഷൻസ് എഫക്റ്റീവ്ലി. നമ്മൾ പെട്ടെന്ന് ഇടിച്ചു ചാടി ഇങ്ങനെ ഇമോഷൻസ് ഒന്നും പ്രവർത്തിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. ചൂസിങ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക, അല്ലെ? കോൺഫ്ലിക്ട് മാനേജ്മെന്റിന് നമ്മൾ കുറേ സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്. ചില കാര്യങ്ങളൊക്കെ വന്നാൽ കോംപ്രമൈസ് ചെയ്യുക, ചിലർ അവരുടെ വാല്യൂസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുക, അവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിയാൽ ആ വാല്യൂസും കൂടെ നമ്മൾ എടുക്കുക. അവോയ്ഡിങ്, ചില കോൺഫ്ലിക്റ്റുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കളയുക, ചിലതൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളാണ് ശരിയെന്ന് തോന്നിയാൽ നമ്മളത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫോസ്റ്ററിങ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെ? കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്? നമ്മൾ വർക്ക് എൻവയോൺമെന്റും കൂടെ നല്ലതായിട്ട്, നല്ല രീതിയിലുള്ളൊരു വർക്ക് എൻവയോൺമെന്റ്, നമ്മൾ എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്ട് കൊടുക്കുക, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ പറയുന്നത് ശരിയെന്നല്ല, എത്തിക്കലായിട്ട് കറക്റ്റ് എന്താണോ അത് ചെയ്യാം. ഇനി അടുത്തത് ലേണിംഗ് ഫ്രം കോൺഫ്ലിക്റ്റ്. ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യുക. ബൈ അനലൈസിങ് കോൺഫ്ലിക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കുറേ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി വരാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ സിവിക് വിർച്യൂസ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ സിവിക് വിർച്യൂസ്. Civic virtues are moral duties or standards of righteous behavior of an individual as a responsible member of the community and an integral part of the environment. They are habits of citizens and contribute to the welfare of society. അതായത് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ല ആ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള നല്ല ബിഹേവിയർ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു റെസ്പോൺസിബിൾ മെമ്പർ ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ സിവിക് വിർച്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് കുറേ സിവിക് വിർച്യൂസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് സിവിക് നോളജ് എന്താണെന്നും കൂടെ നോക്കാം. എ സിറ്റിസൺ മസ്റ്റ് ബി അവെയർ ഓഫ് ഹിസ് റൈറ്റ്സ്. ഒരു സിറ്റിസൺ എന്തായിരിക്കണം? അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഹി ഷുഡ് നോൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ബി അവെയർ ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിവിക് നോളജ്. അതായത് നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മളൊരു സൊസൈറ്റി താമസിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് സിവിക് വിർച്യൂസ്? റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമുക്കറിയാം, എല്ലാവരും എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, പരസ്പരം ബഹുമാനിക്കുക. സെൽഫ് റെസ്പെക്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് ലിവിങ് പീസ്ഫുള്ളി. സമാധാനമായിട്ടുള്ള ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. എ സൊസൈറ്റി ഈസ് എ പീസ്ഫുൾ സൊസൈറ്റി വെർ വാർസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആർ മിനിമൽ ആൻഡ് നോൺ എക്സിസ്റ്റന്റ്. പീസ്ഫുൾ ലിവിങ് എൻഹാൻസ് ദ ക്വാളിറ്റി. അപ്പൊ നമ്മൾ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചാലേ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. അടുത്തത് കെയറിങ് ആൻഡ് ഷെയറിങ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നെയ്ബേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എൻ്റെ വീട്ടുകാരെ മാത്രമേ നോക്കുള്ളൂ എന്നല്ല, എല്ലാവരും എന്ത് ചെയ്യാം? പരസ്പരം മനസ്സിലാക്കുക, കെയർ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്തത് ഹോണസ്റ്റി. സത്യസന്ധരായിരിക്കുക, അല്ലെ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, സത്യസന്ധരായിരിക്കുക എപ്പോഴും. അതിനകത്ത് സ്റ്റാർട്ടിങ് ദ ഫാക്ട് ക്ലിയർലി വിത്തൗട്ട് ഡയലൂഷൻ, ഡിസ്റ്റോർഷൻ ഓർ എക്സാജറേഷൻ. ചില കാര്യങ്ങൾ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയും, ചിലർ പകുതി പറയില്ല, ചിലർ ഭയങ്കര വേഗമായിട്ട് പറയും. അപ്പൊ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
പിന്നെ നോട്ട് ഹൈഡിങ് ഓർ വിത്ത്ഹോൾഡിങ് ദ ഫാക്ട് ഓർ ട്രൂത്ത് ഫോർ സെൽഫിഷ് റീസൺസ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയാനൊന്നും പാടില്ല. റീഫ്രെയിനിങ് ഡിവൈസിങ് ദ കസ്റ്റമേഴ്സ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ എല്ലായിടത്തും ഒരു നീതി പുലർത്തുക. ആരാണോ നമ്മൾ എന്ത് കാര്യമാണോ അതിന് വേണ്ടിയിട്ട് ഒരു നീതി പുലർത്തുക. അടുത്തത് കറേജ് അല്ലെ. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് ഫിയർ. എന്ത് കാര്യം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെ സധൈര്യം നേരിടുക. കറേജ്, അതായത് ധൈര്യത്തോടു കൂടി നേരിടുക. അടുത്തത് വാല്യൂയിങ് ടൈം. നമുക്ക് ടൈമിന് വാല്യൂ കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഏത് കാര്യമാണ് ചെയ്യേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്യാം. കറക്റ്റായിട്ട് പങ്ക്ച്വൽ ആയിരിക്കുക. എവിടെയെങ്കിലും ഇപ്പൊ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ അത് പങ്ക്ച്വൽ ആയിരിക്കുക. നമ്മൾ ഒരു പ്ലാൻ ചെയ്യുക അല്ലെ. എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഡിലേ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. മീറ്റിംഗ് വിളിച്ചു ഒരാൾ മാത്രം ഡിലേ ആയാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പങ്ക്ച്വൽ ആവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് വാല്യൂയിങ് ടൈം. അടുത്തത് കോപ്പറേഷൻ, സഹകരണം അല്ലെ. നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്താലോ അല്ലെങ്കിൽ ജീവിച്ചാലോ മാത്രമേ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുള്ളൂ. സോ കോപ്പറേഷൻ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കമ്മിറ്റ്മെന്റ്. ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിയിലാണ് അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയി ആണ്, നമ്മൾ ആ ഒരു സ്ഥാപനത്തോട് നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ ആ കമ്മിറ്റ്മെന്റ്സ് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു നമ്മൾക്കിപ്പോൾ ഒരു ജോബ് തരുവാണ്, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കുക. അടുത്തത് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരാളെ, അതായത് ഇപ്പം ഞാൻ വളരെ പാവപ്പെട്ട ഒരാളെ കണ്ടാൽ അവരോട് ഒരു സഹതാപം തോന്നുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കെയർ ചെയ്യുക. നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്നൊന്ന് ചിന്തിക്കുക. അതാണ് എമ്പതി. അടുത്തത് കോൺഫിഡൻസ്. അതായത് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും കോൺഫിഡൻസോടുകൂടി, നമുക്ക് എബിലിറ്റി ഉണ്ട്, നമുക്ക് കഴിവുണ്ട്, കോൺഫിഡൻസോടുകൂടി ചെയ്യാം. അടുത്തത് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്, നമ്മൾ ഒരു ട്രൂത്ത് ഉണ്ട്, അതായത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായ മതങ്ങളുണ്ട്. അപ്പൊ അതിലെന്താണോ നമ്മൾ അതിൽ വിശ്വസിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ഇതുപോലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ശാന്തരായിട്ട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് സിവിക് വിർച്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ എംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മളുടെ ഈ നമ്മൾ എപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നതാണ് ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ. അതിനകത്ത് നമുക്ക് 2-3 കേസ് പഠിക്കാറുണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ എംപ്ലോയ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ ആണായതുകൊണ്ട് എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്ക് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. So it refers to the unequal treatment or opportunities offered to individual based on their gender. അവരുടെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ജോലി. ഇപ്പൊ ചിലവർ പറയും മെയിൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മെയിൽ പ്രിഫേർഡ് എന്ന് പറഞ്ഞു എഴുതും. അപ്പൊ അങ്ങനെ പ്രൊമോഷൻ, പേ, ഓവറോൾ വർക്ക് എക്സ്പീരിയൻസ്, ഇതിനൊക്കെ എന്തൊക്കെ ഡിസ്പാരിറ്റീസ് ആണ് അല്ലെങ്കിൽ വിവേചനമാണ് ഉണ്ടാവുന്നതെന്നാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. So this can manifest in various form including pay gaps, biasing, hiring practice. ചില ആൾക്കാരും ആണുങ്ങളെ മാത്രമേ ജോലിക്ക് എടുക്കുകയുള്ളൂ. ചിലവർ എന്ത് ചെയ്യും, 2 പേരെയും ജോലിക്ക് എടുക്കും, പക്ഷേ സെയിം ജോലിയാണ് ചെയ്യുന്നെങ്കിലും 2 വേതനമായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു അൺഎത്തിക്കലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് പോളിസീസ് ഒക്കെ കൊണ്ടുവരണം. ആ പോളിസീസ് വെച്ചിട്ടാണ് നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തത് കീ ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ആദ്യത്തത് അൺഈക്വൽ പേ. ഞാൻ പറഞ്ഞില്ലേ, വുമൻസിനൊക്കെ വുമൻ ആണെന്ന് അറിയുമ്പോൾ ചിലർ സാലറി കുറച്ച് കൊടുക്കും. അതിപ്പോൾ സെയിം പ്രൊഫഷൻ തന്നെയായിരിക്കും, സെയിം ഇൻഡസ്ട്രിയിൽ ഒരേ ജോലിയാണ് ചെയ്യുന്നെങ്കിലും സാലറി കുറവായിരിക്കും. അതാണ് അൺഈക്വൽ പേ. ഇനി ബയാസ്ഡ് ഹയറിംഗ് പ്രാക്ടീസ്. ചിലർ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ മെയിൽസ് പ്രിഫേർഡ് അല്ലെങ്കിൽ മെയിൽസിന് മാത്രം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അതൊരു ജെൻഡർ ഡിസ്പാരിറ്റി ആണ്. അടുത്തത് ലിമിറ്റഡ് കരിയർ അഡ്വാൻസ്മെന്റ്. അതായത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ അങ്ങനെയില്ല, വുമൻസിന് കൂടുതലും എന്താണ് കരിയറിലേക്ക് പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും വുമന് കൊടുക്കാതിരിക്കുക, ബാക്കിയുള്ള മെയിൽസിന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലീഡർഷിപ്പ് പൊസിഷൻസ്, പ്രൊമോഷനൊക്കെ അങ്ങനെ കൊടുക്കുക. ഇനി വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്. എന്തെങ്കിലും വെർബൽ, ഫിസിക്കലി അവരെ പ്രശ്നത്തിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തുക. ഇനി അടുത്തത് പ്രഗ്നൻസി ആൻഡ് പേരന്റൽ ലീവ് ഡിസ്ക്രിമിനേഷൻ. ചിലർക്ക് എന്ത് ചെയ്യാം, പ്രഗ്നൻസി ആണെങ്കിലും മെറ്റേണിറ്റി ലീവ് ഒന്നും കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെടുക, ജോലി സെക്യൂരിറ്റി ഇല്ലാതെ വരിക, പ്രൊമോഷനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണ് അത്. ഇനി അടുത്തത് ഇന്റർസെക്ഷനാലിറ്റി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ക്യാൻ ബി കോമ്പൗണ്ടഡ് ബൈ അതർ ഫാക്ടേഴ്സ്. പിന്നെ ചിലടത്ത് പറയും
ജാതിയിലുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായം കൂടുതലാണ്, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്പാരിറ്റിയിൽ വരുന്നത്. ഏത് കേസിലാണ്? എംപ്ലോയ്മെന്റിന്റെ കേസിൽ. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളെ പോയിന്റ്സ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, എക്സ്പ്ലെയിൻ ജെൻഡർ പോളിസി. So gender policy refers to a modern political policy that aims to promote and protect women rights and universal human rights. അപ്പോൾ ജെൻഡർ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വുമൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറുന്നു, അവിടെ വുമൻ റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എലക്ഷൻ്റെ കേസിൽ വുമൻ റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് കേസിലാണെങ്കിലും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ വുമൻസിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ജെൻഡർ പോളിസി കൊണ്ടുവന്നേക്കുന്നത്. It has emerged as an important aspect of global governance driven by international human rights movement and organizations such as UN. UN ഒക്കെയാണ് എന്ത് കൊണ്ടുവന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഒക്കെ കൊണ്ടുവന്നത്. സോ ജെൻഡർ പോളിസി സീക്ക് ടു അഡ്രസ് ജെൻഡർ ബേസ്ഡ് ഇൻഇക്വാളിറ്റി. അതായത് ജെൻഡർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇൻഇക്വാളിറ്റീസോ ഡിസ്ക്രിമിനേഷൻസോ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ ലീഗൽ ഫ്രെയിംവർക്ക്, ഡെവലപ്മെന്റ് പ്രോഗ്രാം, സോഷ്യൽ സർവീസ് ഏജൻസി, ഇതൊക്കെയാണ് നമ്മളുടെ ഇതിൽ വരുന്നത്, ജെൻഡർ പോളിസിയിൽ വരുന്നത്. അടുത്ത, ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീറ്റിംഗ് ഓൾ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്. അപ്പൊ നമ്മൾ നല്ല ഡിഗ്നിറ്റിയോടുകൂടിയും റെസ്പെക്റ്റോടുകൂടി പെരുമാറാൻ, ജെൻഡർ എന്തെങ്കിലും ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫീൽഡിലോ എംപ്ലോയ്മെന്റ് ഫീൽഡിലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഉണ്ടാവാതിരിക്കാൻ, ഇൻഇക്വാളിറ്റി തടയാൻ, അതെല്ലായിടത്തും വർക്ക് പ്ലേസിലായാലും എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും എവിടെയാണെങ്കിലും ഇൻഇക്വാളിറ്റി തടയാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജെൻഡർ പോളിസി കൊണ്ടുവന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണ്, നമ്മൾ ജെൻഡർ ബേസ്ഡ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് ആസ് വെൽ ആസ് വുമൻസ് റൈറ്റ്സ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഇക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും കൊണ്ടുവരാൻ, അതായത് ഇക്വാലിറ്റിയും നോൺ ഡിസ്ക്രിമിനേഷനും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ്, അഡ്രസ്സിങ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഹറാസ്മെന്റ്. അതായത് ജെൻഡർ ബേസ് ചെയ്ത് നീ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഫോസ്റ്ററിങ് ഇൻക്ലൂസീവ് ഡിസിഷൻ മേക്കിംഗ്, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് അല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ റൂൾ ഉണ്ട്, അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന്. നമുക്ക് റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന്. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് റൈറ്റ്സ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ റൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ ഇനി ചാലഞ്ചിങ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ഇറ്റ് എയിംസ് ടു ഹാർംഫുൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആൻഡ് പ്രൊമോട്ട് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജെൻഡർ റൂൾസ് ആൻഡ് ഐഡന്റിറ്റി. ഓരോ ജെൻഡറിനും ഇത്ര റൂൾസ് ഉണ്ട്, അതിന്റെ ഐഡന്റിറ്റി ഇന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇന്നതാണ്, ഇന്നതൊക്കെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റീരിയോടൈപ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഈ ജെൻഡർ പോളിസീസ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് സപ്പോർട്ടിംഗ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ്. Gender policies can be used for a tool for gender mainstreaming which involve integrating gender perspective into all aspects of organization. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആസ്പെക്ട്സിലും നമുക്ക് ഈ ജെൻഡർ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എൻഷുറിങ് കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമുക്ക് ലീഗൽ അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അല്ലെ? നമ്മൾ അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ബസ്സിലൊക്കെ തന്നെയാണെങ്കിൽ റിസർവേഷൻ അല്ലെങ്കിൽ എല്ലാവരും കയറിയിരിക്കും, പിന്നെ സ്ത്രീകൾ ഓരോരുത്തരത്തും ചെന്ന് പറയണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ റൂൾസ് ഉള്ളത് കൊണ്ട് എല്ലായിടത്തും അത് പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അതനുസരിക്കാനായിട്ട് പറ്റും. ഇനി പ്രൊമോട്ടിങ് എ കൾച്ചർ ഓഫ് റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂസിവിറ്റി. അപ്പൊ എല്ലാ ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരും. അപ്പൊ പരസ്പരം ഒരു റെസ്പെക്ട് കൊണ്ടുവരാനൊക്കെ ഈ ജെൻഡർ പോളിസി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ജെൻഡർ പോളിസിയുടെ കീ ആസ്പെക്ട്സ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇതിന്റെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്ത് കുറച്ചും കൂടെ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുവാണ്. എക്സ്പ്ലെയിൻ കോഡ്സ് ഓഫ് എത്തിക്സ്. നമ്മൾ കുറേ കോഡ്സ് ഓഫ് എത്തിക്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരാൻ സാധ്യതയുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ഡിലിജൻസ്, ഇൻജെന്യൂറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് ഇൻജെന്യൂറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിലിജൻസ്? ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വുമൻ ആൻഡ് ട്രാൻസ്ജെൻഡർ എംപവർമെന്റ് പ്രോഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ എംപവർമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ വുമനെയും ട്രാൻസ്ജെൻഡറിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് എടുത്തിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ടെക്നോളജി ഇൻഫ്ലുവൻസ് ഡിജിറ്റൽ റവല്യൂഷൻ. എങ്ങനെയാണ് ഈ ടെക്നോളജി വന്നത് ഒരു ഡിജിറ്റൽ റവല്യൂഷനിലേക്ക് മാറിയത് എന്നൊക്കെ. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്.
അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മൊഡ്യൂൾ 1 ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും essay ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്തത്. With this, I am concluding this session. Thank you. Keep watching once.